നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന നമ്മൾ പുറത്തുനിന്നൊക്കെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്ന പൈപ്പിംഗ് ജെല്ലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ ഇത് ജെലാറ്റിനൊക്കെ വെച്ചിട്ടാണ് ചെയ്തെടുക്കാറ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ റെസിപ്പിയിൽ ജെലാറ്റിനൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള സാധാ ചേരുവകൾ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. കേക്ക് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കേക്കിനകത്ത് എഴുതാനൊക്കെ നിങ്ങൾക്ക് ഈ പൈപ്പിംഗ് ജെല്ല് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പൈപ്പിംഗ് ജെല്ല് തയ്യാറാക്കി എടുക്കുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലോർ ആണ്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. സാധാരണ മെഷറിംഗ് ടേബിൾ സ്പൂണിനകത്ത് അളന്നെടുത്താൽ മതി. ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് കോൺഫ്ലോറും വെള്ളവും നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഒട്ടും കട്ടയില്ലാത്ത രീതിയിൽ ഇതുപോലെ വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടായി വന്ന പാനിലോട്ടേക്ക് ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. അപ്പോൾ പൊടിച്ച പഞ്ചസാരയൊന്നുമല്ല, അല്ലാതെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ പഞ്ചസാര അളക്കുന്നത് അതേ കപ്പിൽ തന്നെ വെള്ളം ഉപയോഗിച്ചാൽ മതി. സെയിം അളവിലാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി പഞ്ചസാര ശരിക്കും ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മെൽറ്റായി വരണം. നല്ലതുപോലെ ഉരുകി വന്നതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു ഇത്തിരി ചെറുനാരങ്ങയുടെ നീര്, ഞാനിപ്പോൾ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതി ഭാഗം എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ക്രിസ്റ്റലൈസ്ഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ശരിക്കും അലിഞ്ഞു വന്നതിന് ശേഷം, ഇതിപ്പോൾ നല്ല തിള വന്ന് ശരിക്കും അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ മിക്സ് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി ഇത് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന പാകം എന്ന് പറയുന്നത് ഒരിക്കലും കുറുക്കി ഒത്തിരി തിക്കാകുന്ന രീതിയിൽ ഒരിക്കലും തയ്യാറാക്കി എടുക്കരുത്. ഏകദേശം നമ്മൾ തവി വെച്ച് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതിന് ശരിക്കും നല്ലൊരു ഷൈനിങ് ആയിട്ടുള്ള, നല്ല കാണുമ്പോൾ നല്ലൊരു തിളക്കമുള്ളതും അതുപോലെ തന്നെ ശരിക്കും ഒന്ന് കുറച്ചൊന്ന് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് തിക്കായിട്ട് വരുന്നൊരു പാകം കാണും. ആ ഒരു പാകം ആവുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ നമ്മൾ ഒരിക്കലും കൂടുതൽ സമയം ഇട്ടിട്ട് കുക്ക് ചെയ്യരുത്. ഇത് റെഡി ആയിട്ടുണ്ട്. ചൂടോടുകൂടി തന്നെ നിങ്ങൾ ഏത് പാത്രത്തിനകത്താണോ ഇത് സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കണ്ടെയ്നറിനകത്തോട്ടേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതിപ്പോൾ ഗ്ലാസ് കണ്ടെയ്നറാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇത് സ്റ്റോർ ചെയ്യാൻ ഏറ്റവും നല്ലത് ഗ്ലാസ് കണ്ടെയ്നർ. അതുപോലെ നല്ല ടൈറ്റായിട്ട് നമുക്ക് കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പാത്രം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സെറാമിക്കിൻ്റെയോ ഗ്ലാസിൻ്റെയോ പാത്രം ഉപയോഗിക്കാവുന്നതാണ്. മുഴുവൻ ഒഴിച്ചു കൊടുത്ത് കണ്ടില്ല, ഞാൻ ഇതിൻ്റെ ഒരു പാകം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു തിളക്കവും അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശരിക്കും ജെല്ല് പോലെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ശരിക്കും നമ്മൾ പൈപ്പിംഗ് ജെല്ല് ഉപയോഗിച്ചിട്ട് നമുക്ക് കേക്കിന് നല്ലൊരു സ്മൂത്ത് ഫിനിഷിങ് കൊടുക്കാൻ കഴിയും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേക്ക് ജെല്ലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള നല്ല സ്റ്റൈലിഷായിട്ട് നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചൊരു ഫുഡ് കളർ യെല്ലോ കളറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് കളർ ചേർക്കണമെന്നില്ല. നിങ്ങൾ ഏത് കേക്കാണോ തയ്യാറാക്കി എടുക്കുന്നത് ആ ഒരു ടൈമിൽ ഇത് ഫ്രിഡ്ജിനകത്ത് ഒരു 2 ആഴ്ച വരെ നിങ്ങൾക്ക് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഏത് കേക്കിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള കളറും ഫ്ലേവറും നിങ്ങൾക്ക് വേണമെങ്കിൽ, അത് വാനില എസൻസ് വേണമെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഏത് ഫുഡ് കളറാണ് വേണ്ടത് അത് ഇതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ പൈനാപ്പിൾ കേക്കിനും അതുപോലെ തന്നെ ഓറഞ്ച് കേക്കിനൊക്കെ നല്ല ഗ്ലേസിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഐസിങ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു സ്മൂത്ത് ഫിനിഷിങ് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി നല്ല പിക്ചേഴ്സൊക്കെ നമ്മൾ ഗ്ലേസിങ് പൈപ്പിംഗ് ജെല്ല് വെച്ചിട്ട് ചെയ്തെടുക്കാറുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഇത് വെച്ചിട്ട് വേറെയുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നല്ല രീതിയിൽ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഈ ഒരു ജെല്ല് വെച്ചിട്ട് എഴുതാൻ സാധിക്കും. ഞാനൊരു ഇത്തിരി മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് വെച്ചിട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബേസ് കേക്കൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജസ്റ്റ് പ്ലേറ്റിനകത്ത് കാണിച്ചു തരുന്നത്. നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയും. ഇനി നിങ്ങൾ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ അത് ഇത്തിരി ചില സമയത്ത് അത് തിക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഇത്തിരി ചൂടുവെള്ളം, വളരെ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, ഇതുപോലെയൊക്കെ നമുക്ക് എഴുതിയെടുക്കാവുന്നതാണ്. അപ്പോൾ അത് ആവശ്യാനുസരണം നിങ്ങളുടെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ കേക്കിനകത്ത് എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ഈ പൈപ്പിംഗ് ജെല്ല് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. 2 ആഴ്ച വരെ സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷ് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.